ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് റവ ചേർത്തിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്, ഒരുപാട് പുളിയുള്ള തൈരാകുമ്പോൾ ഭയങ്കര പുളിയായി പോവും. പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ചേർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് തക്കാളി. ഇതെല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും മാത്രം ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും ഈ അളവിലെടുക്കുമ്പോൾ. നമ്മളെല്ലാം ഒരേ കപ്പിൽ അളന്നാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം, ഒരു മസാല ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. ഗരം മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എരിവ് മാത്രം ഒന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി എരിവ് പറ്റില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കാരണം നമ്മൾ റവ ചേർത്തുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഒരുപാട് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെത് കറക്റ്റാണ്. ഇനി നമ്മളിതേ അപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. എന്നിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം. നിറയെ ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കുട്ടിയായിട്ട് ചെയ്യുകയാണ് നല്ലത്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക, എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് നേരം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ചില സമയത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യുക, പക്ഷെ അത് തണുക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും. എന്ന് വിചാരിച്ച് വേവാണ്ട് എടുക്കരുത്. അഥവാ വേവ് പോരാൻ തോന്നുവാണെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വെച്ചാൽ മതി, കാരണം ചില ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള ചട്നി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളല്ല, എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വെറൈറ്റി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു for watching.